ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ റൂമിൻ്റെ മേലെ ഏണിയൊക്കെ വെച്ച് കയറി റൂമിൻ്റെ മേലെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിംഗ് ഇതാ, അതിൻ്റെ മേലെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് കുറേ കട്ടയും കല്ലും മറ്റും മറിച്ചതൊക്കെ കൂടെ എൻ്റെ റൂമിൻ്റെ മേലേക്ക് വീണിരിക്കണം. അപ്പോൾ പാകിസ്ഥാനാണ് വർക്ക് ചെയ്യണത് അവിടെ. അപ്പോൾ അവരോട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ശരിയാക്കാൻ പറഞ്ഞു റൂമിൻ്റെ മേലെ. പക്ഷെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോയ സമയത്ത് ഞാൻ റൂമിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ശരിയാക്കേണ്ട അവസ്ഥയായി. ഏതായാലും അതിൻ്റെ മേലെ കോണിക്ക് വെച്ച് കയറിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കുറേ തേനിൻ്റെ കുപ്പികൾ. ഇതങ്ങനെ റൂമിൻ്റെ മേലെ വന്ന് ആര് കൊടുന്ന് വെച്ചതാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ല, കാരണം കുറേ കുപ്പികളുണ്ട്. ഏതായാലും അതൊക്കെ അവിടെ മാറ്റി വെച്ച് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ എങ്ങനെ അവിടെ വന്നതെന്ന് എനിക്കറിയില്ല. പൊട്ടിക്കാത്ത കുപ്പികളാണൊക്കെ, തേനാണ്. അങ്ങനെ ഇതാണിപ്പോൾ ക്ലീൻ ചെയ്ത ശേഷമുള്ള അവസ്ഥ. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ എടുത്തിട്ടില്ല, മൊത്തം കച്ചറയിന. അപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ 6-7 മണിയാകുമ്പോഴത്തേന് ചൂട് തുടങ്ങും. ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ കയറിയതാണ്. കൂണിയൊക്കെ വെച്ച് കണ്ട് കയറി കുറച്ച് മുകളിലാണ്. സമയം 7 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തേന് ഭയങ്കര വെയിലായിട്ടാണ്. അങ്ങനെ ഇന്നലെ പച്ചക്കറി മാർക്കറ്റ് പോയപ്പോൾ അവിടെ നിന്നൊരു കൂട്ടുകാർ 2 കെട്ട് ചീരൻ്റെ ഇല തന്നീന്. വെറുതെ നിന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണുന്നത് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച്. ചീരൻ്റെ ഇല ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് കൂട്ടാൻ വെക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ നോക്കി കാണാണ് വെക്കണത്. അങ്ങനെ പച്ചമുളകും ചെറിയ ഉള്ളിലൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കുനുകുന അരിഞ്ഞ് കണ്ട് കുറച്ച് വെളിച്ചെണ്ണൊക്കെ എടുത്ത് വാട്ടിക്കണ്ടാണ് വെക്കണത്. സംഭവം ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല, സംഭവം അടിപൊളിയായി. എനിക്കാണെങ്കിൽ ചീര കൂട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഓട്ടം പോയതാണ്. മരത്തിനിട്ട് ഓട്ടം വന്നുകാണ്ട് ഈ മരത്തിൻ്റെ തണലിലിങ്ങനെ ഇട്ടുകാണ്ട് AC ഇട്ടാലും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിട്ടിയാലേ വണ്ടിക്ക് കൂളിംഗ് ഉള്ളൂ. കാരണം അങ്ങനത്തെ ചൂടാണ് ഇപ്പോൾ. അപ്പോഴാണ് ഞാൻ ഇവരെങ്ങനെ ശ്രദ്ധിച്ചത്. ഒരു എയർ അടിക്കണ ഒരു മെഷീനായിട്ട് താഴെ കിടക്കണ ഇലകളൊക്കെ കൂട്ടിയിട്ട് കണ്ട് വേറൊരുത്തം വന്നിക്കാണ്ട് കവറിലാക്കിക്കാണ്ടൊക്കെ കൊണ്ടുപോയിടുകയാണ്. സംഭവം ചൂലായിട്ട് അടിച്ച് വരുന്ന കാട്ടിയും അടിപൊളിയായിട്ട് ക്ലീൻ ആക്കേണ്ടി വരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലത്താണ് അവർ ചെയ്യണത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ 12 മണി മുതൽ 3 മണി വരെ ആണ് സമയം തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുറത്തുള്ള പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ആ ബലദിയൊക്കെ കണ്ടാൽ ഫൈനൊക്കെ ഇടുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണിപ്പോൾ. ഏതായാലും ആരുടെ പണി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ തന്നെ ആടം വിളിച്ച് ആ ഓട്ടം ഇങ്ങനെ കഴിഞ്ഞ് റൂമിൽ പോയി. ഇത് കഴിഞ്ഞപ്പോൾ മക്കത്ത് കണ്ട് പോണത്. മക്കത്ത് മാഡത്തിൻ്റെ മൂത്ത മോളാണ്ട കെട്ടിച്ചിട്ടുണ്ട്. മൂത്തല്ല, 2ാമത്തെ മോള്. ഇവരെ ഫാമിലിയൊക്കെ മക്കത്താണുള്ളത്. അപ്പോൾ ആഴ്ചയിലൊരു 3-4 വട്ടം മക്കത്തേക്ക് പോകേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ കാണുന്നതാണ് ഷുമേസി. ഈ നമ്മൾ ഇക്കാമൊക്കെ ഇല്ലാതെ പോലീസൊക്കെ പിടിച്ചാൽ ഇവിടെ കൊടുക്കുന്ന കണ്ട നാടടുത്ത ഇന്നരട്ടം കൊണ്ട് കൊടുക്കുന്നതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടീന് ഇതിന് മുമ്പ്. ആ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. മക്കത്ത് പോണ വഴിക്കൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിൽ പെട്ട ഒന്നാണത്. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഈ മക്കത്ത് കൂടെ ഇങ്ങനെ റോട്ടുമ്മ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടാലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. കാരണം നമ്മളെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ളൊരു മണ്ണാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ഈ മണ്ണിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും വണ്ടിയിലിരിക്കുമ്പോൾ. ഒരുപക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഈ മണ്ണിൻ്റെ താഴത്തൊക്കെ ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളും അതിൽ മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കണ്ട് വണ്ടി ഓടിക്കും. പിന്നെ ഈ കാണുന്നതാണ് ഖുർആൻ ഗേറ്റ്. ഇപ്പം ഞാനിപ്പോൾ പോകുന്നത് സായിദി പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടേക്കാണ് അവളെ കെട്ടിച്ചിരിക്കുന്നത്. ഇതാണ് സായിദി. ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നതാണ്, ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടും. അങ്ങനെ പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കണ്ട് അവളെ പോയി എടുത്തുകൊണ്ട് കൊണ്ടുവരണം. ശേഷം അവളെ ഹോസ്പിറ്റലിൽ ഇറക്കിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് ചോറൊക്കെ കഴിച്ച് അടുത്ത ഓട്ടം വന്നു. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മക്തബുൽ ആമിൽക്കാണ്. മക്തബുൽ ആമിൽ പറഞ്ഞാൽ ഇവിടെ വിദേശികളായിട്ടുള്ള ജോലിക്കാരുടെ
പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു വേലക്കാരത്തി ഉണ്ട് വീട്ടിൽ വർക്ക് ചെയ്യണം, അവൾ നാട്ടിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ അവളെന്താ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ശമ്പളം ഒരുമിച്ച് നാട്ടിലേക്ക് അയക്കാനും എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വണ്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും വെറുതെ ഇരിക്കണം. അപ്പോൾ ഞാൻ കാണുന്നത് ചെറിയ ചെറിയ മുട്ടായികളാണ്. പിന്നെ കഫീലിൻ്റെ വാപ്പാക്ക് കിടക്ക് ഷുഗറൊക്കെ കുറഞ്ഞാൽ തിന്നാനുള്ളതാണ്. പിന്നെ ഇത് ഖുർആൻ അതാർക്കും എടുത്ത് ഓതാ. പിന്നെ അതിൻ്റെ താഴെ സിഗരറ്റ് ഉണ്ട്. കഫീലിൻ്റെ വാപ്പാക്ക് ഒരു 2-3 പേർക്ക് സിഗരറ്റൊക്കെ വേണ്ടി വരും. മൂപ്പര് ഭയങ്കര വലിക്കാരനാണ്. അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് വന്നാൽ ഇതാണ് സൊബാദിൻ ഫവാർ എന്ന് പറയാനുള്ളൊരു ടാബ്ലറ്റാണ്. നമ്മൾ പനിക്കൊക്കെ കുടിച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് കണ്ട് അലിയിച്ച് കുടിച്ചിട്ടൊരു സംഗതി. അപ്പോൾ അങ്ങനെ അത്. പിന്നെ ഇത് പിടിച്ച് തിരിച്ചണ സാധനം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഉള്ളിൽ ചില്ലറ പൈസ ഒക്കെ ഇട്ടേക്കുന്നതാണ്. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ കുറേ ചില്ലറ പൈസ ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ എൻ്റെ പേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്, വുഡ്ലാൻഡിൻ്റെ പേഴ്സ്. ഏകദേശം 1500 റുപ്യ വില ഉണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ച് പൈസ ഉണ്ടാവും, ചില്ലറാക്കി വെച്ച്. ഇത് ഏകദേശം ഒരു 300 റിയാലോളം ചില്ലറാക്കി വെച്ചത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ അടുത്ത ചെക്കന്മാർ നമ്മൾ വണ്ടിക്ക് വെച്ചൊരു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടിപ്പൊക്കെ കൊടുക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ അത് വെള്ളം കൂളാക്കി വെക്കാനുള്ളൊരു ചെറിയ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്തെ സെറ്റപ്പ്. പിന്നെന്ന് പറഞ്ഞത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള വണ്ടിയാണ്, പഴയ മോഡൽ വണ്ടിയാണ്. 2012 മോഡലാണെങ്കിലും നല്ല പവറും നല്ല സ്പേസും ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഓടിക്കാനും ഭയങ്കര സുഖം, ലോങ് ഡ്രൈവിനൊക്കെ ഭയങ്കര സുഖമുള്ള വണ്ടിയാണ്. പിന്നെ അതൊരു ചെറിയ ടി വി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിപ്പോൾ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ല വേലക്കാരത്തി നാട്ടിൽ പോകണമെന്ന്, അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം ദിവസം തന്നെ വന്നതാണ്. ഇത് അജ്നബി എയർപോർട്ടാണ് ജിദ്ദയിലുള്ള, അതായത് വിദേശ വിമാനങ്ങൾ വരുന്നതും പോകുന്നതുമായിട്ടുള്ള എയർപോർട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അതായത് നമ്മളൊക്കെ ആ കാണുന്നത് അത് ബുർജ് ഖലീഫനെക്കാട്ടും ഉയരത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ് ജിദ്ദയിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഏകദേശം എല്ലാവരും പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ ഒരേ സ്വപ്നങ്ങളായിരിക്കും, നല്ല ജോലി, നല്ല ശമ്പളം, വീട്. പക്ഷേ നാട്ടിൽ റിട്ടേൺ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളേക്കാരം. ചിലർക്ക് നല്ല രീതിയിൽ പോവും, ചിലർ മോശം രീതിയിൽ പോവും, ചിലർ മരണപ്പെട്ടു പോവും. അപ്പോൾ ഈ പ്രവാസം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പോണത് ജിദ്ദയിലുള്ള അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിക്കാണ്, മുസ്തഷ്ഫ. അവിടെ വർക്ക് ചെയ്യേണ്ട ഒരു പെണ്ണ്. അപ്പോൾ അവളെ എടുത്ത് വരാൻ വേണ്ടി പോവാണ്. ഈ ഏതൊരു വീഡിയോയിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, നമ്മൾ മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കാനാണ്. സംഭവം ശരിയാണ് കേട്ടോ. കാരണം ഈ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ പെട്ടെന്നാണ് ഓരോരോ എന്താ പറയുക, ഈ ഇതുണ്ടല്ലോ, ഇപ്പോൾ സൺസെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പൊടിക്കാറ്റ്, അങ്ങനത്തെ ഓരോ വിഷയങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ളൊരു കാര്യം. ഇപ്പോൾ കാണുന്നത് സൺസെറ്റ് അത് നമ്മൾ സാധാരണ രീതിയിൽ കാണുമ്പോൾ ഒരു പരന്നു പിടിച്ച് കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു സൺസെറ്റ് കാണുന്നതും ഒരു കടലിൽ തീരത്ത് പോയി കാണുന്ന സൺസെറ്റ് കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. പിന്നെന്ന് പറഞ്ഞത് ഇവിടേക്കിപ്പോൾ ഞാൻ അധികം വരലില്ല. ഇപ്പോൾ 2 പെണ്ണാളെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ഇവിടേക്കുള്ള ഓട്ടം കുറവാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ എന്നും വന്നിരുന്ന സ്ഥലമാണ്. ആ സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ ഇവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചില ദിവസങ്ങളിൽ ഒരുപാട് സമയം വെയിറ്റിങ്ങിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ അവളെ എടുത്തുകാണ്ട് റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് പിന്നെ ഒരു ചെറിയ ഓട്ടം കൂടെ ഉണ്ട്, അതും മക്കത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം 2 മക്കത്തേക്ക് പോകണം. ചില ദിവസങ്ങളിൽ രസമാണ്, ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ക്ഷീണം പിടിച്ചിട്ട് വണ്ടിയിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. 100 സ്പീഡ് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഉറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ മക്കത്ത് പോയിട്ട് അൽബൈക്ക് മേടിക്കാൻ വേണ്ടി വിട്ടതാണ് എന്നെ, എനിക്കല്ല കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ വന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതൊക്കെ മേടിച്ച് കണ്ട് തിരിച്ച് റൂമിലെത്തിയപ്പോൾ സമയം ഏകദേശം 1 മണിയായി. അങ്ങനെ കഫീലിൻ്റെ ഉമ്മ ഭക്ഷണം തന്നതാണിത്. നല്ല ഫ്രഷ് സാധനം കേട്ടോ, കാരണം ഇന്ന് വീട്ടിൽ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച്, അപ്പോൾ ഫ്രഷ് സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഫ്രഷ് അല്ല അല്ലെങ്കിൽ കിട്ടില്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ 2 കുപ്പി പെപ്സിയൊക്കെ ഉണ്ട്, അത് ഞാൻ കുടിക്കലില്ല, അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞേക്കാണ്ട് ഇന്നത്തെ ദിവസം ഏകദേശം ഫിനിഷായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഓക്കെ, താങ്ക് യു.